സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്നും ഒരു രൂപ പോലും നമുക്ക് ലഭിച്ചില്ല. കേരള സർക്കാരിൽ നിന്നും ഇന്ന് വരെ ഈ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് ഒരു രൂപ പോലും കേരള സർക്കാർ തന്നിട്ടില്ല. ഒരു ഗുളിക പോലും അവർ തന്നിട്ടില്ല. ആഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരികയാണ്, പെരയിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കുട്ടികൾ ചികിത്സയിലാണ്. അതിന് പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അല്ലാതെ ഒരു സർക്കാരും ഇന്ന് വരെയും സർക്കാരിന് അതിന് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ചികിത്സാ സഹായമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 വർഷമായി. ഈ 2 വർഷം കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ കുട്ടികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ബില്ലുകൾ എൻ്റെ കൈവശത്തുണ്ട്. ആ ബില്ലുകളെല്ലാം ഈ ഓഫീസുകളിൽ ഞാൻ കൈമാറുകയും ചെയ്തു. ആ ബില്ലുകളുടെ ഒരു ബില്ലിൻ്റെ പൈസയും അവർ പാസ്സാക്കാതെ ഇനിയും ഞാൻ ചികിത്സ നടത്തിയിട്ട് ആ ബില്ല് ശേഖരിച്ചിട്ട് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? ഈ ചികിത്സ നടത്താൻ പൈസ വേണ്ടേ? വേറെ പ്രൈവറ്റ് പരമായ രീതിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നടത്തി ഇന്നും ചികിത്സ ചെയ്ത് തന്നെയാണ് കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ പഴയ കുട്ടീനെ ഇതുവരെയും തിരിച്ചു കിട്ടുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അതിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അതിന് മികച്ച ചികിത്സകൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കും. അതിനുള്ള ചികിത്സ നടത്താനുള്ള സാമ്പത്തിക ശേഷിയൊന്നും നമ്മുടെ കയ്യിലില്ല. ഈ ഇപ്പോഴത്തെ തുടർ ചികിത്സയായിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയായ എനിക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ ഇതിൻ്റെ ഒരു തുടർ ചികിത്സയ്ക്കുള്ള ഒരു വഴിയെങ്കിലും ഒരുക്കി തരണമെന്ന് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. കേരളക്കരയെ ആകെ ഞെട്ടിച്ച താനൂർ ബോട്ട് ദുരന്തത്തിന് 2 വയസ്സ് പിന്നിടുമ്പോൾ ഇപ്പോഴും സർക്കാരിൻ്റെ അവഗണന നേരിടുകയാണ് ദുരന്തബാധിതർ. ഇതുവരെയായി 1 രൂപ പോലും സർക്കാരിൽ നിന്നും ചികിത്സയ്ക്കായി സഹായം ലഭിക്കാതെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുന്ന ചിലർ ഇന്നുമുണ്ട്. 14 കുട്ടികളടക്കം 22 പേരുടെ മരണത്തിന് ഇടയാക്കിയ താനൂർ ബോട്ട് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർക്ക് ചികിത്സാ സഹായം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ദുരന്തം നടന്ന ശേഷം എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കുമെന്നും ചികിത്സാ ധനസഹായം നൽകുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വാചാലരായ മന്ത്രിമാർക്ക് ഇന്ന് മിണ്ടാട്ടമില്ല. എല്ലാം മറന്ന പോലെ. എന്നാൽ മറക്കാനാകാതെ വേദന കടിച്ചമർത്തി ജീവിക്കുന്നവർ ഇന്നും നമുക്ക് മുന്നിലുണ്ട്. ദുരന്തത്തിന് 2 വർഷം തികയുമ്പോഴും അപകടത്തെ തുടർന്ന് സംസാരശേഷിയും ചലനശക്തിയും ഓർമ്മശക്തിയും നഷ്ടപ്പെട്ട 2 കുട്ടികൾക്ക് പോലും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ യാതൊരു സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടേയില്ല. അതിനാൽ തന്നെ മതിയായ തുടർ ചികിത്സ പോലും നടത്താനാകാതെ കുഴങ്ങിയിരിക്കുകയാണ് ഇവരുടെ കുടുംബം. അരിയല്ലൂർ കുഞ്ഞാലത്ത് മൻസൂർ നുസ്രത്ത് ദമ്പതികളുടെ ഇപ്പോൾ 3.5 വയസ്സായ ആയിഷ മെഹറിൻ, പരപ്പനങ്ങാടി ആവേൽ ബീച്ചിലെ കുന്നുമ്മൽ മുഹമ്മദ് ജാബിർ, ജൽസിയ ദമ്പതികളുടെ ഇപ്പോൾ 11 വയസ്സ് പ്രായമുള്ള ജർഷ എന്നീ 2 കുട്ടികളാണ് തുടർ ചികിത്സയ്ക്കായി സർക്കാരിൻ്റെ കനിവ് കാത്ത് കഴിയുന്നത്. ജാബിറിൻ്റെ മകൾ ജർഷയ്ക്ക് ഇനിയും ഒരുപാട് ചികിത്സ വേണം. ഇതിനുവേണ്ടി ജാബിർ മുട്ടാത്ത വാതിലുകളില്ല. ചെലവഴിച്ച തുകയുടെ ബില്ലുകളെല്ലാം സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി നിരവധി തവണ നൽകിയിട്ടും യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. ഒരു കുഴപ്പവുമില്ലാതിരുന്ന കുട്ടി, സ്കൂൾ വാർഷികത്തിന് ഡാൻസ് അടക്കം ചെയ്തിരുന്ന കുട്ടി ഇപ്പോൾ നടക്കാൻ പോലും പ്രയാസപ്പെട്ടു നിൽക്കുകയാണ്. അപകടത്തെ തുടർന്ന് കിടപ്പിലായ ജർഷയ്ക്ക് നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് കുറച്ചെങ്കിലും നടക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ചികിത്സയ്ക്ക് വലിയ തുക ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബം. ആയിഷ മെഹറിന് ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻ എന്ന ഡിസേബിലിറ്റി 75% മാസത്തിൽ തന്നെ ഭീമമായ തുകയാണ് മരുന്നിന് മാത്രം വരുന്നത്. സർക്കാർ ഇതുവരെയായി മരുന്നിനോ ചികിത്സയ്ക്കോ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നാണ് ജാബിർ പറയുന്നത്. മികച്ച ചികിത്സ നൽകിയാൽ മാത്രമേ കുട്ടികൾ രക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ അതിന് വലിയ ചെലവാണ് വരുന്നത്. മകൾ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതുവരെ 1 രൂപ പോലും സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ജാബിർ പറയുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ഒരു ഓർമ്മ പുതുക്കലായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമുക്ക്
മറക്കാത്ത വേദനയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. 2 വർഷം കൊണ്ട് സർക്കാരിന് ഈ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത്രയും വാക്ക് പാലിക്കുവാൻ കഴിയാത്ത ഒരു സർക്കാരിനെ നമ്മൾ വാസ്തവത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു അപകടം ഈ താനൂർ തീരത്ത് നടന്നിട്ട് ഈ കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ ഇരിക്കെ ഈ സർക്കാർ ഇപ്പോഴും കണ്ണു തുറക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി എന്നാണ് കണ്ണു തുറക്കുന്നത്? ഈ കുട്ടികളുടെ ഈ ഇപ്പോഴത്തെ തുടർ ചികിത്സയുമായിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയായ എനിക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ ഇതിൻ്റെ ഒരു തുടർ ചികിത്സയ്ക്കുള്ള ഒരു വഴിയെങ്കിലും ഒരുക്കി തരണമെന്ന് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിയുന്നവർ അതിന് കാര്യങ്ങൾ നടത്തി തരിക. പിന്നെ മുഖ്യമന്ത്രി പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, സംഭവം നടക്കുന്ന സമയത്ത് ഇനി ഉള്ള തുടർ ചികിത്സ മുഴുവനും ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് ഈ ഗവൺമെൻറ് ഇന്ന് വരെയും ചികിത്സാ സഹായമായിട്ട് നമുക്കൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ് ഉള്ളത്. ആ കുട്ടികളുടെ ചികിത്സയ്ക്കായി ഇനിയെങ്കിലും ഗവൺമെൻറ് കണ്ണു തുറക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ഒരുപാട് ഓഫീസുകളിൽ നമ്മൾ കയറി ഇറങ്ങി. നമുക്കിപ്പോൾ മലപ്പുറം കളക്ടറിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന കളക്ടറിൻ്റെ കീഴിൽ തന്നെ ഞങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 പ്രാവശ്യത്തോളം ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഒരു കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ ഓരോ ഓഫീസുകളിലും നമ്മൾ നമ്മളെ പരാതികളെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഒരു തീരുമാനം ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ചികിത്സയുമായിട്ട് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളിയായ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഓർത്ത് സങ്കടത്തിലാണ് അവർ. ഇതിൽ നടക്കാം. അപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണ്, ഒരു അസുഖങ്ങളില്ലാത്ത കുട്ടികളാണ്. ആ കുട്ടികൾ ഈ അപകടത്തിന് ശേഷമാണ് ഇങ്ങനെ. അതുമാത്രമല്ല, അപകടത്തിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അവർ വളരെ നോർമലാണെന്നാണ് നമ്മൾ കരുതിയത്. നോർമൽ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു 12 മണിക്കൂർ രാത്രിയുടെ ആ സമയമാണ് കുട്ടിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. പിന്നെ പെട്ടെന്ന് തളർന്നുപോയി, മൊത്തത്തിൽ തളർന്നുപോയി. കാലും കൈയും ചലനം മുഴുവനും തളർന്നുപോയ കുട്ടി. പിന്നെയാണ് നമ്മൾ വരെ ചികിത്സയിൽ, അതായത് നമ്മൾ വേറെ പ്രൈവറ്റ്പരമായ രീതിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നടത്തി ഇന്നും ചികിത്സ ചെയ്ത് തന്നെയാണ് കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ആ പഴയ കുട്ടീനെ ഇതുവരെയും തിരിച്ചു കിട്ടുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അങ്ങനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അതിന് മികച്ച ചികിത്സകൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവേണ്ടിയിരിക്കും. അതിനുള്ള ചികിത്സ നടത്താനുള്ള സാമ്പത്തിക ശേഷിയൊന്നും നമ്മുടെ കയ്യിലില്ല. ഗവൺമെൻറ് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ഇതുവരെ ചിലവാക്കിയ ബില്ലുകളുടെ എമൗണ്ടും ഇനി ചിലവാക്കാനിരിക്കുന്ന ബില്ലുകളുടെ എമൗണ്ടുമായിട്ട് സർക്കാരിനോട് സംസാരിച്ച് അതൊരു ലെവലിൽ ഞങ്ങൾ തരുന്നതായിരിക്കും എന്ന് കത്തുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ കത്തുകളിലൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ ചികിത്സ നടത്തി ഈ പണം ബില്ലുകൾ ശേഖരിക്കുവാനായിട്ട് ഈ പണം എവിടെ നമ്മൾ കണ്ടെത്തണം? ഇതുവരെ നമ്മൾ കണ്ടെത്തി നമ്മൾ ചെയ്തിരിക്കുന്ന ബില്ലുകളുടെ അടിസ്ഥാനത്തിലുള്ള പൈസകളൊന്നും ഇതുവരെയും തരാതെ ഇനിയും നമ്മൾ ഇത് തുടർ ചികിത്സയായിട്ട് കൊണ്ടുപോയിട്ട് ഇനിയും തരുന്ന ബില്ലുകൾ അതിൻ്റെ കൂടെ ചേർത്ത് സമർപ്പിക്കുമ്പോഴത്തേക്കാണ് ഈ ബില്ല് പാസ്സാക്കാനിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ബില്ലുണ്ടാക്കാനായിട്ട് നമുക്ക് പൈസ വേണ്ടേ? നമുക്ക് പൈസ വേണമല്ലോ. പക്ഷെ ആ പൈസ ഇല്ലാതെ എങ്ങനെയാണ് ഇനി ഈ കുട്ടിയുടെ ചികിത്സ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കഷ്ടത്തിലാണ്. അതുകൊണ്ട് കുട്ടിയുടെ തുടർ ചികിത്സയും നമ്മൾ ഇതുവരെ കുട്ടിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള ചികിത്സാപരമായുള്ള ചിലവുകളും അത് ഗവൺമെൻറ് അത് ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മെയിൻ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് തെറാപ്പികളാണ് നടക്കുന്നത്. തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ സംബന്ധിച്ചോളം ചിലപ്പോൾ 1 മാസത്തിലോ 2 മാസത്തിലൊക്കെ ചിലപ്പോൾ കാലിൻ്റെ എല്ല് പൊട്ടാറുണ്ട്, അല്ലെങ്കിൽ കൈയിൻ്റെ എല്ല് പൊട്ടാറുണ്ട്, അല്ലെങ്കിൽ വേറെ
രീതിയിലൊക്കെ എന്തെങ്കിലും പിന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് തെറാപ്പിയും ഇപ്പോൾ എന്തായി ചെയ്യാൻ കഴിയും. കാരണം അവരുടെ പ്രശ്നങ്ങൾ മൂലമാണ് അത് ചില സമയത്തൊക്കെ തടസ്സമായി പോയിട്ടുള്ളത്. അപ്പോൾ ഈ കാലും കൈയൊക്കെ ചില സമയത്ത് പൊട്ടുമ്പോഴത്തേക്ക് 1, 2, 1.5 മാസങ്ങളൊക്കെ അവർക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് ചികിത്സകളൊക്കെ മുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കുട്ടിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന് ചിലവായിട്ടുള്ള എമൗണ്ടിൻ്റെ കണക്കുകളെല്ലാം എല്ലാ ബില്ലുകളും നമ്മൾ സർക്കാരിൻ്റെ പിന്നെ ഓഫീസുകളിലെല്ലാം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ ബില്ല് അതിലൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാത്ത രീതിയിലുള്ള പൈസകളൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. സർക്കാർ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തി അതിനൊരു തീരുമാനം കണ്ടെത്തി തരികയാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയിട്ടുള്ളത്. സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്നും 1 രൂപ പോലും നമുക്ക് ലഭിച്ചില്ല. കേരള സർക്കാരിൽ നിന്നും ഇന്ന് വരെ ഈ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് 1 രൂപ പോലും കേരള സർക്കാർ തന്നിട്ടില്ല. ഒരു ഗുളിക പോലും അവർ തന്നിട്ടില്ല. നമ്മളെ പൈസ തന്നെയാണ് ഇതിൽ വേണ്ടി അന്ന് മുതൽ അതായത് ഈ സംഭവം നടക്കുമ്പോഴത്തേക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ച കാലമാണ് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കാലം വരെ ഇവിടെ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ അവർ കുട്ടീനെ കൊണ്ട് അഡ്മിറ്റ് ആക്കുകയാണ്. അന്നൊന്നും നമ്മൾ ഇത്രയും മരണത്തിന് മുമ്പിലുള്ള പോരാട്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരികയാണ്, പെരയിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കുട്ടികൾ ചികിത്സയിലാണ്. അതിന് പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അല്ലാതെ ഒരു സർക്കാരും ഇന്ന് വരെയും സർക്കാരിന് അതിന് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ചികിത്സാ സഹായമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നെ വീണ്ടും ഈ കുട്ടീനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നെ ചികിത്സ നേടുക, എന്നിട്ട് അതിന് ചെലവാക്കുന്ന പണത്തിൻ്റെ ബില്ലുമായിട്ട് ഞങ്ങളെ സമീപിച്ചതിന് ശേഷം ഞങ്ങൾ സർക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ആ ബില്ലുകളുടെ പൈസ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എൻ്റെ ചോദ്യം അതല്ല. ഇതുവരെ ഈ 2 വർഷം കൊണ്ട് ഇതിപ്പോൾ 6 മാസങ്ങൾക്ക് വന്ന കത്താണ്. ആ 6 മാസങ്ങൾക്ക് മുമ്പ് വന്ന കത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷമായി. ഈ 2 വർഷം കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ കുട്ടികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ബില്ലുകൾ എൻ്റെ കൈവശത്തുണ്ട്. ആ ബില്ലുകളെല്ലാം ഈ ഓഫീസുകളിൽ ഞാൻ കൈമാറുകയും ചെയ്തു. ആ ബില്ലുകളുടെ ഒരു ബില്ലിൻ്റെ പൈസയും അവർ പാസ്സാക്കാതെ ഇനിയും ഞാൻ ചികിത്സ നടത്തിയിട്ട് ആ ബില്ല് ശേഖരിച്ചിട്ട് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? ഈ ചികിത്സ നടത്താൻ പൈസ വേണ്ടേ? അല്ലെങ്കിൽ ഈ സർക്കാർ നല്ലൊരു സർക്കാരാണെങ്കിൽ, പറയുന്ന വാക്ക് പാലിക്കുന്ന സർക്കാരാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ആദ്യം ഞാൻ സമർപ്പിച്ചിരിക്കുന്ന ബില്ലുകൾ നിങ്ങൾ പരിശോധിച്ചിട്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ പൈസ പാസ്സാക്കി തരിക. ആ പൈസ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ കുട്ടികളെ ചികിത്സ നടത്തിയിട്ട് വീണ്ടും കിട്ടുന്ന ബില്ലുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെയല്ല ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയല്ലേ. ഇതിപ്പോൾ 2 വർഷം കൊണ്ട് ഞാൻ ചികിത്സ നടത്തിയ ബില്ലും ഇനി ചികിത്സ നടത്താനിരിക്കുന്ന ബില്ലും ഇതെല്ലാം കൂടെ കൊണ്ട് ചേർത്ത് അപ്പോൾ ഇനിയും ഞാൻ ഈ ചികിത്സ നടത്തി എത്ര വർഷം വരെ ഞാൻ ചികിത്സ നടത്തല്? ഇതിലിപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുട്ടിക്ക് പിന്നെ ഓക്സിജൻ്റെ അളവ് കുറയുകയും വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നതിൻ്റെ കാരണം കൊണ്ട് തലച്ചോറിൽ വെള്ളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും തലച്ചോറിൽ വെള്ളം നിലനിൽക്കുന്നതിൻ്റെ ചികിത്സയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര വർഷം പോലെ ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാർക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ അവരുടെ ജീവിതകാലം മുഴുവനും ഇതിൻ്റെ ഒരു അംശം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന കുട്ടികൾക്ക് ഞങ്ങൾ എത്ര കൊല്ലം വരെ ഞങ്ങൾ ഈ ബില്ലുമായിട്ട് ഈ സർക്കാരിൻ്റെ കാര്യം ഇതാക്കി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചിട്ട് ആദ്യം നമുക്ക് ചിലവായ ബില്ലിൻ്റെ പൈസ നമുക്ക് തന്നാലല്ലേ വീണ്ടും നമുക്കൊരു ബില്ലുണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുട്ടീനെ ചികിത്സിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനെ നിയമിച്ചപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും കരുതിയിരുന്നത് ഈ ദുരന്തത്തിൽപ്പെട്ട് പ്രയാസമനുഭവിക്കുന്നവർക്കും പരിക്കേറ്റവർക്കും സാമ്പത്തിക സഹായം സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നായിരുന്നു. എന്നാൽ ഇതുവരെയും ചികിത്സയ്ക്കുള്ള സഹായം പോലും ലഭിക്കാതെ ഇപ്പോഴും ചികിത്സയ്ക്ക് വലിയ തുക ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.